മദേഴ്സ് ഡേ ആയിട്ട് രണ്ടാൾക്കൊന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇമ്മാക്കും അമ്മാക്കും വേണ്ടി ഇന്ന് നമ്മളൊരു മിക്സി വാങ്ങി കൊടുക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നെന്താണ് ഒരു രാത്രി വെച്ച് ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയല്ല, ഏകദേശം ഒരു 6 മണി 7 മണി ആവാനായിട്ടോ ഗൈസ്. 6:30 7 മണിയായി. അപ്പോൾ ഗൈസ് എന്താണ് ഇത്രയ്ക്ക് ലേറ്റ് ആയത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ പീപ്പിൾസിൽ ഒരു കുട്ടീൻ്റെ കല്യാണം ഉണ്ടായിനി. ആ കല്യാണമൊക്കെ വന്നപ്പോഴാണ് ഗൈസ് അനു എന്നോട് പറഞ്ഞത് ഇന്ന് മദേഴ്സ് ഡേ ആണ്. ദിവസത്തിന്റെ പ്രത്യേകത മദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മാക്ക് എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കണം എന്നുണ്ടായിനി. അത് വല്യമ്മല്ലേ? അപ്പൊ അങ്ങനെ അപ്പോൾ ഇമ്മാക്ക് ഉമ്മമാക്കും എന്തെങ്കിലും സംഭവം കൊടുക്കണം എന്നുണ്ടായിനി. പക്ഷെ എന്താ കൊടുക്കാൻ നമുക്കൊരു പൊടുത്തം കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ രണ്ടാളും വിചാരിച്ചു മറ്റേ ഫ്രെയിം കൊടുക്കാമെന്ന്, രണ്ടാളെ ഫോട്ടോ വെച്ചിട്ടുള്ളത്. അത് വിളിച്ചു നോക്കിയപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത് അവധിയാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും ആലോചിച്ചത്, പിന്നെ നമ്മളെന്താ വിചാരിച്ചത്, പിന്നെ നമ്മളെന്താ ഫുഡോ ഡ്രസ്സ് കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇമ്മാക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മമാക്ക് ചിലപ്പോൾ കുയിന്താവും, അപ്പോൾ പറ്റിക്കോണം വരില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗൈസ് അനു എന്നോടൊരു ഐഡിയ പറഞ്ഞത്. കാരണം ഇത് ഓൻ്റെ ഐഡിയ തന്നെയാണ്, എൻ്റെ ഐഡിയ അല്ല. ഞാൻ ഈ ഒരു സംഭവം എൻ്റെ മൈൻഡിലേ അല്ല, മദേഴ്സിൻ്റെ ഡേ ആണ് നിൻ്റെ മൈൻഡിൽ തന്നെ അല്ല, ഓൻ്റെ മൈൻഡിലേ ഉള്ളൂ. അപ്പോൾ ഓനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പെരീക്ക് ഉപകാരമുള്ളൊരു സംഭവം, അത് രണ്ടാൾക്കും നല്ല രീതിക്ക് ഉപകാരമുള്ളൊരു സംഭവം വാങ്ങാൻ നമ്മൾ വിചാരിച്ചു. അപ്പോൾ ഗൈസ് അത് അനു പറഞ്ഞതിന് ഈ കാര്യം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, മദേഴ്സ് ഡേ ആയിട്ട് രണ്ടാൾക്കൊന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇമ്മാക്കും അമ്മാക്കും വേണ്ടി ഇന്ന് നമ്മളൊരു മിക്സി വാങ്ങി കൊടുക്കുകയാണ് ഗൈസ്. ഇത് സർപ്രൈസ് അല്ല, പക്ഷേ ഇതൊരു വീട്ടിൻ്റെ പണിയൊക്കെയാണ്. അതായത് വലിയമാൻ്റെ അടുത്ത് അത്യാവശ്യം ചീത്ത കിട്ടുമോ ഇല്ലല്ലോ. അതായത് മിക്സി നമ്മൾ നല്ല മിക്സിയാണ് വാങ്ങി കൊടുക്കണേ. പക്ഷേ ഇമ്മ കുറേ കാലമായി പറയുന്നത് മിക്സി ഒന്ന് മാറ്റണമെന്ന്. പക്ഷേ എല്ലാവരും വിചാരിക്കുക എന്തെങ്കിലും കേക്കോ അല്ലെങ്കിൽ വല്ല ഫ്രെയിമോ മുട്ടായി എന്തെങ്കിലും കേക്കിന് വിചാരിച്ചാൽ, പക്ഷേ നമ്മൾ അതിനൊന്ന് വെറൈറ്റി ആക്കി ചിന്തിച്ചാണ്ട് നമ്മളിന്നൊരു മിക്സി വാങ്ങി കൊടുക്കുകയാണ് ഗൈസ്. അതെ, നമ്മളൊന്നൊരു മിക്സി വാങ്ങി കൊടുക്കുക. ഇന്ന് ഞായറാഴ്ചയാണ്. കുറേ കടകളിലൊക്കെ ഞങ്ങൾ വിളിച്ചു നോക്കി, പക്ഷേ അവിടെ നിന്നില്ല. പക്ഷേ അവസാനം നമുക്ക് ഒരു കട കിട്ടി. തീരുമാനം കേട്ടോ, ഒരു പെട്ടെന്ന് ഇപ്പോൾ 6:30 ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ഉണ്ടായ തീരുമാനമാണ്. ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളും ബേളൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ നിന്ന് എങ്ങനെയും മാറി വന്നതാണ്. ഏതോ ഗ്രൗണ്ടിലേക്ക് വന്നതാ. ഇതാക്കണ് കണ്ടോ, ഗ്രൗണ്ട് അപ്പുറത്താക്കണ കോളം എന്തോ. ഇങ്ങോട്ട് നമ്മൾ ആദ്യമായിട്ട് കഴിച്ച് വരുന്നത് ആണ്. എന്തായാലും നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഉദ്ദേശിക്കണം, എങ്ങനെ അതായത് സാധനം വാങ്ങിക്കൊണ്ട് ചെല്ലുക, എന്നിട്ട് അവിടെ പുറത്ത് വെച്ചാണ്ട് അപ്പത്തെ ഐഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടാം അല്ലേ. അങ്ങനെയാണ് ഗൈസ്. ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, കാരണം ഇത് പെട്ടെന്നുണ്ടായ ഐഡിയ കൊണ്ട് നോക്കട്ടെ എന്താകുമെന്ന് ഒരെത്തും പിടിയില്ല. പക്ഷേ നമുക്ക് നോക്കാം, ആദ്യം സാധനം പോയി വാങ്ങിക്കൊണ്ടിരണം. പോവല്ലെന്നാ നേരെ ഷോപ്പിൽ പോവാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ നേരെ ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ നമ്മളെ വജ്ജിൻ്റെ കാര്യം എന്തായിരുന്നു കുറേ ആൾക്കാർ കമൻറ്റ് ചോദിച്ചതിന്. അപ്പോൾ അതിന് അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ഡേഷൻ പറയുന്നേക്കരം. അപ്പോൾ നമുക്കിതെന്തായാലും നേരെ പോകാം. അങ്ങനെ ഗൈസ് നമ്മൾ പറഞ്ഞ വയ്ക്ക് നമ്മൾ ഇതാക്കണ് ഷോപ്പിലെത്തിക്കണ്. ഉള്ളിലേക്ക് കയറി വെക്കാം. നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിന്, പക്ഷെ ഒന്ന് നോക്കാം. ഒരു മിക്സിൻ്റെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിന്. മിക്സി വിളിച്ചിന്, സുജാതൻ്റെ ഡൈനാമിക്സിൻ്റെ. ഞങ്ങൾ ഫസല് എന്ത് എന്താക്കണ ഇതാണോ മിക്സി? ഇതാണ് പറഞ്ഞ സാധനം. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത്, അതായത് വിളിച്ച് പറഞ്ഞു സ്റ്റോക്ക് ഉണ്ടോ. ഇവിടെ വേറെ എവിടെ ഇല്ല, ഞായറാഴ്ചയും കൂടി അല്ലേ, കുറേ ഷോപ്പൊക്കെ അവധിയാണ്. ഇതല്ലേ ഡൈനാമിക്സ് അല്ലത്? ഓക്കെ. ഇതാക്കണോ ഇതാകുമ്പോൾ എന്താ അറിയോ, ജ്യൂസ് ജാറാക്കി തരാം. അതേതാ സുജാത? 1000 വാട്ട്സ് ആണോ? പെര കത്തിപ്പോവോ? അതിന്റെ റേറ്റ് എങ്ങനെ വരുന്ന ചേച്ചിയാ? ഇതിൽ എത്ര ചാറുണ്ടാവും? 4 ഉണ്ടാവോ? 3 ഏതൊക്കെ? ഓക്കെ. വാട്ട്സിൽ മാത്രം വ്യത്യാസമുള്ളൂ അല്ലേ? 900 വാട്ട്സ് മതിയില്ലേ? 900 മതി. ഈ സൂപ്പർ മിക്സ് ആക്കണോ അതോ ഡൈനാമിക്സ് ആക്കണോ? ഇതാകുമ്പോൾ ജ്യൂസ് ജാർ ആക്കി തരാം. ഡൈനാമിക്സ് ആകുമ്പോൾ നോക്കിയാൽ സാധാ ടൈപ്പ് ആക്കി തരാം, വലിയ ജാറ്. ഇതിൽ ജ്യൂസ് അടിച്ചാലും പറ്റൂലേ? ജ്യൂസ് അടിച്ചാൽ പറ്റും. പക്ഷെ ഇതിങ്ങനെയൊക്കെ ആയിരുന്നുള്ളടാ. ബ്ലേഡ് ഉണ്ട്, 2 ബ്ലേഡ് ആക്കിയിട്ടുണ്ടാവുക. മറ്റീനോ ആകുമ്പോൾ കണ്ടോ, ജ്യൂസ് ജാർ ആകുമ്പോൾ സെപ്പറേറ്റ് ജ്യൂസിനായിട്ട് വേറെ ജാറാണ്. 4 ബ്ലേഡ് ഉണ്ടാവും. ഏതൊന്നല്ല ഇജല്ലേ ഇതിന്റെ ഷോപ്പിൽ അതിന് നിന്നാണ്. പക്ഷെ അങ്ങനല്ല, നമുക്ക് ജ്യൂസിന്റെ ആവശ്യം ഉണ്ടോ? ജ്യൂസ് നമ്മൾ അടിച്ചിട്ടുണ്ടോ? ജ്യൂസ് അടിച്ചാലൊന്നും ഇല്ല. എങ്ങനെ ഇല്ല, നമുക്ക് ഡൈനാമിക്സ് എടുക്കാം. അതാകുമ്പോൾ അമ്മമാർക്ക് വല്ല കടലമാവോ അല്ല
എന്തെങ്കിലുമൊക്കെ ഇതാക്കാനുണ്ടാവും. ആ അത് തന്നെയാണ് ഞാൻ. അത് എത്ര വർഷം വാറണ്ടി ഉണ്ടാവും? രണ്ടോ അല്ല? ആ ഓക്കെ, അതൊക്കെ. ചേച്ചി കളർ വൈറ്റ് തന്നെയാണ് ഉള്ളത്? ബ്ലാക്ക് ഉണ്ടോ? ഡൈനാമിക്സിൽ ബ്ലാക്ക് ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ടോ? ബ്ലാക്കിന് ഒരു ഷെയ്ഡിങ് വരുന്ന ബൈക്കുണ്ട്, ഒരു വെള്ള ഷെയ്ഡിങ്. അതാ അത് വെച്ച് വൈറ്റ് തന്നെ മതി. വൈറ്റ് ആണ് ഗൈസ്, കാണാനൊന്നും പാടെ രസം തോന്നും. പക്ഷേ വല്ല കറ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാലാണ് മമ്മ എപ്പോഴും കൈ കിടക്കേണ്ടി വരും. മമ്മി അത് കുഴപ്പമില്ല. ഇപ്പല്ല ജാറിന്റെ അവസ്ഥ എന്താ അറിയോ? അല്ല ജാറല്ല, സോറി, മിക്സിന്റെ ഇപ്പോൾ ഒരു 1 മിനിറ്റ് എന്തെങ്കിലും സാധനം പൊടിച്ചണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നിൽക്കും. എന്നിട്ട് പിന്നെ തല അരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ബാക്കിൽ എന്തോ ഒരു സൂനം ഉണ്ടല്ലോ, എന്നാലേ ആവുള്ളൂ. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. റേറ്റ് എത്ര ചോദിച്ചോ? റേറ്റ് എത്ര ചോദിച്ചു? അപ്പോൾ ഗൈസ് നമ്മൾ മിക്സി വാങ്ങാൻ പോവുകയാണ്. ചേച്ചി ഇതിൻ്റെ റേറ്റ് എത്രയാണ്? മാക്സിമം കുറച്ച് തരിട്ടോ ചേച്ചിയെ. ഇന്ന് മദേഴ്സ് ഡേ അല്ലേ, മദേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനമാണ്. ആദ്യമായിട്ടാണ് ഗൈസ് മദേഴ്സ് ഡേക്ക് മിക്സി ഗിഫ്റ്റ് കൊടുക്കണ കാര്യം. മിക്സി ഗിഫ്റ്റ് കൊടുക്കണേ പണിയാണ് അല്ലേ? സാധാരണ എല്ലാവരും സമാധാനത്തിന് എന്തെങ്കിലും സമ്മാനഗീരം വാങ്ങിക്കൊടുക്കുക, നമ്മള് പണി കൂട്ടി കൊടുക്കുക. അല്ല മറ്റേ മിക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോണ്ടല്ലോ അത് നല്ലതാണ്. ഇത് മറ്റേ എന്താ പറയാ, സമാധാനമാണ്, ആശ്വാസമാണ്. കേസ് ചേച്ചി എത്രയാണ് കിട്ടിയോ? 6390 ലാസ്റ്റാ? എന്നാലും നോക്കാം, എന്തായാലും ഇതാക്കാം. എടാ വേറെ എന്തെങ്കിലും സ്റ്റൗവൊന്നുമില്ല, സ്റ്റൗവൊക്കെ അവിടെ അല്ലേ ചത്തിക്കണ്, അതിന് പുതിയ പെരിക്കാകുമ്പോ ആക്കല്ലേ. അതൊക്കെ പിന്നെ ഇപ്പൊ മിക്സി അതും മദേഴ്സ് ഡേ ആയതുകൊണ്ടാണ് ഗൈസ് ഈ മിക്സി കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതുമില്ല. ചേച്ചി എടുത്തല്ലേ വൈറ്റ് എടുത്തല്ലേ? വൈറ്റ് മതി അല്ലേ? വൈറ്റ് അല്ലേ ഒരു മജ കാണാന്. ഗൈസ് നമ്മൾ ഇതിനു മുമ്പ് 4-5 കൊല്ലം മറ്റേ മൈജിയിൽ ഇറക്കിയതാണ്. നമുക്കറിയാം ഏതാണ് ഇതാണ്. അത് പാക്ക് ചെയ്തോളി. വേറെതുണ്ടോ അതോ ഡിസ്പ്ലേ പീസാണോ? കുഴപ്പമില്ല. അതേപോലെ തന്നെ ഗൈസ് നമ്മൾ എന്തുകൊണ്ടാണ് സുജാതന്റെ പ്രൊമോഷൻ അല്ലേ ഇട്ടത്? സുജാതന്റെ മിക്സി എടുക്കാൻ എന്താ കാരണം? ഇജല്ലേ പറഞ്ഞത് എന്തൊക്കെ കാരണം ഉണ്ട്? ഇതിന്റെ മറ്റേ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീലിന്റെ സാധനം വാങ്ങാനൊക്കെ പറ്റും. അല്ല ഇത് ഈ ഒരു മോട്ടർ കണ്ടോ? ഈ ഒരു മോട്ടർ സുജാതക്കും പിന്നെ വേറെ ഏതോ ഒരു കമ്പനിക്കും മാത്രമേ ഈ ഒരു സ്റ്റീലിന്റെ സാധനം വരുന്നുള്ളൂ. ബാക്കി ഞാൻ കാണിച്ചു തരാം. അവിടെ ബാക്കിയുള്ള ഏതെങ്കിലും ഒന്നിനെ കാണിച്ചു കൊടുത്താൽ വീഗാണ്ട് കാണിച്ചു കൊടുത്താൽ ഇവിടെ ഉണ്ട്. ആണോ? ഇത് കണ്ടോ, പ്ലാസ്റ്റിക്കിന്റെ സാധനമാണ്. ഇത് കുറേ കഴിയുമ്പോൾ വർക്ക് ചെയ്ത് ഈ സാധനം തട്ടി തേയ്മാനം വരും. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഈ സാധനം കംപ്ലൈൻ്റ് ആവും. ഇതാകുമ്പോൾ സ്റ്റീലിൻ്റെ സാധനങ്ങൾ കണ്ടില്ലേ, അതാകുമ്പോൾ അത്യാവശ്യം കാലം നിൽക്കും. പ്രൊമോഷൻ അല്ലട്ടോ കേസ്, ഇത് ഞാൻ എൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ കേസ് ആ സാധനം പ്രസ്റ്റീജ് അടിപൊളി. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് കേസ്. പിന്നെ കേസ് പ്രസ്റ്റീജ് അടിപൊളിയാണ്. പ്രസ്റ്റീജ് അടിപൊളി സാധനമാണ്. അല്ല അതിൻ്റെ കേസിലാണ്ടല്ല, സാധനം അടിപൊളിയാണ്, പ്രസ്റ്റീജ് അടിപൊളിയാണ്. പിന്നെ ഇതുകൊണ്ട് പാനസോണിക്കൊക്കെ പണ്ട് കിങ് ആയിരുന്ന സാധനമാണ്. പാനസോണിക്കൊക്കെ ലോക്കായാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇത് പിന്നെ ലോക്കാവൊന്നും വേണ്ട, അല്ലാതെ തന്നെ വർക്ക് ചെയ്യും. ലോക്കിങ്ങിൻ്റെ മീൻസ് കറക്റ്റ് ഇപ്പോൾ കണ്ടോ, കുട്ടികളെ കാര്യയിലൊക്കെ വന്നുകൊണ്ട് സാധനമൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് ഓണാക്കൂലേ, അപ്പോൾ പിന്നെ തുറക്കുമ്പോൾ കൈയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പാനസോണിക്കിനാണെന്നുണ്ടെങ്കിൽ ലോക്കിങ്ങിൻ്റെ അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പാനസോണിക്കൊക്കെ അടിപൊളിയാണ്. നമുക്ക് സുജാത മതി, കാരണം അത് മതി. ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇത്രയും നല്ല വാഷിംഗ് മെഷീൻ അല്ല മിക്സി എടുക്കാൻ കാരണം ഗൈസ് നമുക്ക് ഈ ഒരു പെരീക്കും പിന്നെ നമ്മളെ പുതിയ പെരീക്കും പാടെ ആയിക്കോട്ടെ, പുതിയ പെരീക്കുമ്പാട് കഴിച്ച് നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സാധനം തന്നെ എടുക്കാം. ഇതിനെ പോരെ മറ്റേ ഡൈനാമിക്സ് മതി. മറ്റേ സൂപ്പർ മിക്സ് അറിയുന്ന മോഡലാണെന്നുണ്ടെങ്കിൽ ഞാൻ കടി തന്നില്ല, ജ്യൂസ് സ്റ്റാർ വരുന്നത് അതാണെന്നുണ്ടെങ്കിൽ യൂസിങ് ഇല്ല. വിലയിലും വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ്, രണ്ടും 900 വാട്ട്സ് തന്നെയാണ്. പക്ഷെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് അതിൻ്റെ ഒപ്പം ജ്യൂസിന്റെ ജാർ ഉണ്ടാവും. അല്ല അതിന് ജ്യൂസ് ജാർ ആക്കിലും ഇതിന് സാധാ സ്റ്റീലിന്റെ വലിയ ജാർ ആക്കിലും ഏകദേശം ഒരു 300 രൂപ മാറ്റത്തേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നല്ല ഇതാണെന്നാ അല്ലേ, അതാണ് നമ്മൾ എല്ലാവരും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അതാക്കാനുള്ള കാരണം. ഇനിയിപ്പോൾ നേരെ അത് ഗിഫ്റ്റിന്റെ പൊതി ആക്കി തരുമോ? ഗിഫ്റ്റ് പൊതിയോ? അതുപോലെ ആക്കി തരുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലല്ലോ. മജാണ്ടേ ആദ്യം കാണണ്ടേ, അവൾ പൊട്ടിച്ചുമ്പോൾ കണ്ടോട്ടെ സാധനം എന്താന്ന് കൊടുക്കുക, പൊട്ടിച്ചു നോക്കിയരാ അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനല്ലേ നല്ലത് അല്ലേ? എൻ്റെ അഭിപ്രായം നമ്മളാ സാധനം കൊടുക്കുമ്പോൾ മമ്മി വിശ്വസിച്ചു ആ വലിയ എന്തോ സാധനമാണ് തുറക്കുമ്പോഴാക്കിയൊരു മിക്സി അങ്ങനെ ആക്കണോ എന്താക്കണേ പറയേ?
ഇപ്പൊ ഉണ്ടാക്കിയ പ്ലാനല്ലേ? ഈ ഗിഫ്റ്റ് റാപ്പറിന്റെ കാര്യം എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നേ. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗിഫ്റ്റ് റാപ്പർ ആക്കണോ? എന്നാ അങ്ങനെ ആക്കാം. ഗിഫ്റ്റ് റാപ്പർ ആക്കാം. ഓക്കെ, എന്തായാലും ഗൈസ് സാധനം ചേച്ചെടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് റാപ്പിംഗ് ഉണ്ടോ? ഗിഫ്റ്റ് റാപ്പർ ചെയ്തു തരുമോ? കൂടി ചെയ്തു തരണേ. ഓക്കെ, അപ്പോൾ ഗൈസ് എന്നാൽ പിന്നെ അതാക്കാം. അതാകുമ്പോൾ രണ്ടാക്കും നമ്മൾ പെരീക്ക് കൊണ്ടുപോകുമ്പോഴത്തേനും അവർക്ക് സാധനം എന്താണെന്ന് മനസ്സിലാവൂല. കുഴപ്പമില്ല, കാര്യമായിട്ട് എന്തോന്ന് വിചാരിച്ചോളും അല്ലേ? ഗൈസ് നമ്മളിത് വാങ്ങട്ടെ. അല്ല, ഇത് ഗിഫ്റ്റ് റാപ്പർ ചേച്ചി. എന്നാ കൂടി ചെയ്തോളൂ. അത് എവിടെ പേയ്മെൻറ്റ്? അവിടെ ചെയ്യും. ഓൻ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോയിക്കണം. ഓൻ ചെയ്തോട്ടെ. ഏതാക്കുന്നത് ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കണേ. ഗിഫ്റ്റ് പാക്കിങ് എന്തെങ്കിലും ചെയ്തോട്ടെ. ചെയ്തോടാ? ആണോ? അല്ല, എന്താണ് ബില്ല് നമുക്ക് ഇവിടുന്ന് PDF കിട്ടൂലേ? മൊബൈൽ നമ്പർ വന്നാൽ പിന്നെ കിട്ടൂലേ? ആണോ? ഓക്കെ ഓക്കെ. പേയ്മെൻറ്റ് എത്തിച്ച് ചെയ്തോ. ഗൈസ് അവിടെ നമ്മൾ മറ്റേ ഗിഫ്റ്റ് റാപ്പിനായിട്ട് അവിടെ കൊടുത്തിക്കണം. അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെ നെറ്റ് കിട്ടാത്തത്. നെറ്റ് കിട്ടില്ലേ? ഇപ്പം എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ ഏതൊന്നും ചെയ്താൽ അറിയും. നോക്കട്ടെ. കയറുകയാണെന്നുണ്ടെങ്കിൽ ഫെയിൽഡാണല്ലോ. നെറ്റ് കുറച്ച് മാറിക്കാം. ഇവിടെ നല്ല ഫർണിച്ചറൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പെരിക്ക് പുതിയൊക്കെ പെരിക്കൊക്കെ ഇതാക്കുമ്പോൾ ആലോചിക്കാം. വാങ്ങല്ല, ആലോചിക്കാം. ഫോണില്ല തോന്നണ. പേരൊന്നും എഴുതണ്ട, ഒന്നും വേണ്ട. ഗിഫ്റ്റ് ഒന്നുമില്ല. പെരീത്തെ ഉമ്മാക്കും മമ്മാക്കും തന്നെ. മദേഴ്സ് ഡേ അല്ലേ ഇന്ന്? അതിൻ്റെ ഇതിനാണ്. ഇവരുടെ പേയ്മെന്റ് എങ്ങനെ പൈസ പോണില്ല. അത് ശരി, പുറത്തേക്ക് ഇറങ്ങി. അങ്ങാടിയിലായിട്ട് റേഞ്ചിലാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ഈ ജിയോ അംബാനിനെ ഉണ്ടല്ലോ. അംബാനിന്റെ ജിയോ ആശാനാണ് തോന്നുന്നുണ്ട്. അംബാനിന്റെ ആണ് ജിയോ. പിന്നെ ആണോ? ആണല്ലേ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കട്ടെ. മുറ്റത്തേക്ക് ഇറങ്ങിയോ? ആയിക്കൂടെ പോകല്ലോ. ഇറങ്ങിയോടെ മിന്നോന്ന് വെച്ചിട്ടുണ്ടോ? എടാ കിട്ടിയോ? ഭാഗ്യം. ചേച്ചി എന്തെങ്കിലും ചെയ്ത് ഞാൻ ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഇത് എവിടെ പേയ്മെന്റ് ചെയ്തോ? ഞാൻ റെഡി. നമ്മൾ ഈ ഗിഫ്റ്റ് ഒക്കെ പാടെ കൊണ്ട് നമ്മൾ നേരെ പെരീക്ക് പോകാൻ ഒക്കെപ്പാടെ ആകെ ഒരു സാധനമല്ലോ. അതിനുള്ള കുറെ സാധനങ്ങളില്ല. അതേ അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോ ബാക്കി എന്താന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് അറിയാം. ഓലെ റിയാക്ഷൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. അടിപൊളിയാവല്ലേ ചേച്ചിയെ? ചേച്ചിന്റെ അഭിപ്രായം എന്താ? ചേച്ചിന്റെ അഭിപ്രായം വെച്ചിട്ട് അടിപൊളിയാവും. ഓക്കെ, എന്തായാലും കഴിഞ്ഞോട്ടല്ലേ. സാധനം എന്താന്ന് അറിയാവുന്നാ മതി. ഓല ആദ്യം എന്താ വിചാരിച്ചാവോ? ഉമ്മമാനായിട്ടില്ല, എപ്പോഴും TV തന്നെ കീറോ. പുതിയ TV വാങ്ങിയെന്ന്. അതെന്തായോ നമുക്ക് ഇനി നേരെ അവിടെ എത്തിയിട്ട് കാണാല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ സാധനം വാങ്ങി ഇതാക്കണ്. ആദ്യം ചെന്നപ്പോഴേ ഓൽക്കൊക്കെ മിണ്ടാനൊരു മടി ഉണ്ടായിന്. വീഡിയോ കാണണ്ട, പക്ഷെ ഓൾക്ക് മിണ്ടാൻ ഒരു മടി ഉണ്ടായിന്. പിന്നെ ചെന്ന് കഴിഞ്ഞ് അവിടെ പാക്ക് ചെയ്ത് തോന്നുന്നപ്പോൾ പിന്നെ നല്ല അഭിനയം. പിന്നെ എല്ലാവരും നല്ല വർത്താനം. ഓൽക്കൊക്കെ എന്തായാലും സന്തോഷമായി ഗൈസ്. അവിടെ വെച്ചോ? ഇവിടെ ഒക്കെ അല്ലേ? എന്തായാലും ഗൈസ് ഇനി നേരെ പെരി പോവാ. വലിയമാൻ്റെ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം. പോലെന്നാ വണ്ടി എടുക്കുന്ന ശരിക്കോ? താക്കോലോടെ എടുത്തോന്നാ. നമുക്ക് പെരിയിലെത്തിയിട്ട് കാണാം. ഓക്കെ. നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം ഇവിടെ വാങ്ങാനായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തരാം. അടച്ചോന്ന് അറിയില്ല കേട്ടോ. പൗതി അടച്ചു വെച്ചിട്ട് നോക്കി. അടച്ചോ? ഇല്ലല്ലോ. എന്നാ പിന്നെ മറ്റേ വലിയ ബൾബുണ്ടോ? എത്രയോ വാൾട്ടിന്റെ? ഹലോ, നമ്മൾ നാളെ കൊണ്ടുപോയ സാധനമല്ലേ? എത്ര വാട്സിൻ്റെ ആണ്? എത്ര വാട്സിൻ്റെ അറിയില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്ത് അടുക്കളയിലാണ് വെക്കല്. അടുക്കളയിൽ നേരെ കൊലയമ്മ കൊണ്ടുവരും. അങ്ങനെ മാറ്റിയിട്ടാണ് കഴിച്ച് നമ്മൾ ആ ബൾബ് ഉപയോഗിക്കല്. നമുക്ക് 2 ബൾബ് വാങ്ങണം. 65ആണത്. 65 60 ആ സാധനമാണോ? അത് എത്രയാ? 50? 50 അവിടെ കണ്ട മുകളിൽ ആ സാധനം. 50. അത് അതിന് കൂടിയതല്ലേ? 65 65-നുണ്ടോ? നാളെ ഇവിടുന്ന് വാങ്ങിയേനി. അതിലെ ക്രോംപ്ടന്റെ 50 വാട്സാണ് തോന്നുന്നുണ്ട്. ആണോ?
എന്നാ ഉള്ളില് നല്ല പവറുള്ള സാധനം തന്നാല് വീഡിയോ എടുക്കുമ്പോഴേ ലൈറ്റില് ക്ലിയർലി അത് വാട്സ് തന്നാലേ ഏതിൻ്റെ ഏകദേശം നമുക്ക് ആ സാധനം പാടെ എടുത്തിട്ട് അവിടെ പോകാം. അതെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, ഇതൊക്കെ കണ്ടെങ്കിൽ നമ്മൾ പുതിയ പെരക്ക് നമുക്ക് ഗൈസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കണം എന്ന് ആഗ്രഹങ്ങളുണ്ട്, ഒക്കെ നടന്നാൽ മതിയായിരുന്നു. അതെ അതെ മതി അല്ല അതിനെ ധാരാളം. പോയി കത്തുണ്ടോ പവർ എങ്ങനെ ഉണ്ടാവട്ടെ. മതി. ഇതില്ലാത്തിന് നല്ല ഇടങ്ങാറുണ്ട് ഗൈസ് നമ്മളെ പെരയില്. നമ്മളെ പെര പറഞ്ഞു കഴിഞ്ഞാല് പെയിന്റ് അടിച്ചാത്തോണ്ടേ ലൈറ്റ് അധികം ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. എത്രയാക്കാ? നല്ല ക്വാളിറ്റി ഉള്ള സാധനം എന്തായാലും, ബിൽഡ് ക്വാളിറ്റി നല്ലതുണ്ട്. എന്താ ഇത് നമ്മളൊരു പ്രാങ്ക് ആക്കിയിട്ടാണ് കൊടുക്കണേ അല്ലടാ, ചെറിയൊരു പ്രാങ്ക് രീതിക്കല്ലേ? എന്താണ് ഉദ്ദേശിക്കണേ? ഒന്നുമില്ല, എന്താണ് പറഞ്ഞ കൊടുക്കുക. ആദ്യം ഇത് പറഞ്ഞോണ്ട് കൊടുക്കാം, എന്നിട്ട് പിന്നെ മറ്റേതാക്കാം. ആ സംഭവം അത് കാട്ടിത്തരാം. ആദ്യം അവിടെ എത്തട്ടെ. എടാ നോക്കിടാ, ചെറിയ ഫാന്. ചൂട് കാലത്ത് ചൂട് കഴിഞ്ഞു, ഇനി മഴയല്ലേ? ബംഗാളി ഫാനോ? മറ്റവനോടെ വേർത്തുണ്ടായാലുണ്ടല്ലോ അഖില്. ആണോ? തുറന്നിട്ടില്ല ഇനി ഒന്ന് കടാ കളി ആണോ? എന്തോ നമ്മളൊന്ന് കഴിച്ചില്ലായി. സാധനം വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ. എടാ അതെ, നമ്മൾ ഗൈസ് പെരൻ്റെ താഴെ എത്തിക്കണം കേട്ടോ. സ്കൂട്ടിയും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇമ്മ പൊക്കും, കാരണം വണ്ടിമേ ലോഡുള്ള ഇമ്മ ശ്രദ്ധിക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യാൻ വിചാരിച്ചിരിക്കണ കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം കൊണ്ടുപോയിട്ട് ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചിട്ട് വരും. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും പാടെ സ്കൂട്ടിമാട് കയറി പോകും. അപ്പോൾ നമ്മുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഞാനിത് കൊണ്ടുപോയി വെച്ചിട്ട് വരട്ടെ. എന്നാൽ ഇവിടെ നിൽക്ക്. ഓടി പോകുന്നുണ്ട്. അവിടെ നിന്ന് നോക്കി കാണാമെന്നാവും ഇനി പെരീന്ന് ഇങ്ങോട്ട് താഴത്ത് നോക്കുമ്പോൾ അവൻ അവിടെ എത്തിട്ടോ. ആളിയെ വന്നിട്ടുണ്ട്. എന്തായി കഴിഞ്ഞോ? നെഞ്ഞ വണ്ടി എടുക്ക്, എൻ്റെ കയ്യിലുണ്ട്. നേരെ പെരി കയറി പോവാ. ഈ സാധനം വണ്ടിയിൽ വെക്കല്ലേ? വണ്ടി മെച്ചല സാധനം ഇതോ? ആ ഇത് ബാക്കിൽ പിടിച്ചേക്ക. അതേ മൈക്ക് വ്ളോഗ് എടുത്ത് ചെല്ലുക ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാം, വണ്ടി വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വ്ളോഗ്. ഓക്കെ കേട്ടോ. മൈക്കാ ഇങ്ങനെ ഇത് ബാക്കിൽ വെച്ചോണ്ടിട്ടോ, ഇത് കാണിച്ചു കൊടുക്കരുത്. ഓക്കെ 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 ഓക്കെ. കണ്ടിടുക. ഓ ഈ കുന്ന് ഓടിയാൽ തന്നെ കഴിച്ച് തീരും. വണ്ടി ഓഫായി വിചാരിച്ചു, കിട്ടില്ലേ വിചാരിച്ചു. ഇവിടെ എവിടെ കാണിച്ചു കൊടുക്കും കേട്ടോ. എവിടെയാണ് കേട്ടോ? ആ ഇവിടെ അല്ലേ സാധനം കഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടോ? മുമ്പൊക്കെ വന്നിട്ടോ വണ്ടിൻ്റെ നോക്കട്ടെ. നീ ക്യാമറ ഞാൻ പിടിച്ച. ഹലോ ഗൈസ്, എവിടെ രണ്ടാളും തട്ടമൊക്കെ ഇട്ട് നിൽക്കൂ. രണ്ട് സുന്ദരികൾ. അയ് കാൽമുള്ളായി. തട്ടക്കട് 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 തട്ടക്കെട്ടോ. എന്താണ് രണ്ടാക്കും പരിപാടി? എന്താണ് ഇങ്ങോട്ട് രണ്ടാളും ഇങ്ങോട്ട് വെളിച്ചത് ഇങ്ങോട്ട് വെളിച്ചത്തേക്ക് വെളിച്ചത്തേക്ക് ഇവിടെ എവിടെ വെളിച്ചം ഈ ഭാഗത്തേക്ക് എവിടെയെങ്കിലും എടാ ജാ ബൾബ് എന്ത് കാണാൻ ലൈറ്റ് മാറ്റി തരണോ? ലൈറ്റ് മാറ്റണോ? ഇത് ആരംഭിച്ചു ആണോ? അങ്ങനെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മള് പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ മാമ? മുണ്ടല്ലേ 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 ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇച്ചറിയില്ല. ഓക്കെ, അത് അവിടെ പോയി. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ഒരു കല്യാണം ഉണ്ട്. ഇന്ന് 10-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് വേറൊരു ദിവസം കൂടിയാണ്. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അറിയോ? അറിയോ മദേഴ്സ് ഡേ പറഞ്ഞ മമ്മ? അതായത് ഇമ്മമാരുടെ ദിനം. കേട്ടില്ല? ഉമ്മമാന്റെ അല്ല, ഇമ്മാന്റെ ദിനം. ലോകത്തിലെ എല്ലാ ഇമ്മമാരുടെ ദിനാണെന്ന്.
അതായത് അങ്ങനെ അപ്പൊ ഗൈസ് മദിനോ അതിനെ പ്രമാണിച്ചുകൊണ്ട് തന്നെ ഒരു എന്താണ് അതിനെ ഇപ്പൊ ഉമ്മാന്റെ അതായത് ജന്മദിനോ മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഉമ്മമാക്ക് എന്താണ് മദേഴ്സുകളെ കുറിച്ച് 2 വാക്ക് ഉമ്മ ഒന്ന് പറയും. എല്ലാ ഉമ്മമാരെ കുറിച്ച് ഉമ്മമാക്ക് എന്താ പറയല്ലേ? കുട്ടികളെ നോക്കി വളർത്തിയിട്ടേക്കണല്ലേ അപ്പൊ മക്കളെ നമ്മൾ നോക്കി വളർത്തിയില്ല മക്കളെ സന്തോഷം നമുക്ക് ഒരു കുട്ടി ഉണ്ടാവുമ്പോ 10 മാസം ഗർഭം ചുമന്ന് അത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയി കണ്ടറിഞ്ഞ് ഒരു കുട്ടീനെ പ്രസവിച്ച് നമ്മളെ കൈ കിട്ടുമ്പോ എല്ലാം സന്തോഷം ഉണ്ടല്ലോ. അതാണ് ഒരു ഉമ്മാരെ ആഗ്രഹം. അതൊരു സന്തോഷല്ലേ? പിന്നെ അത്ര വളർത്തിയെടുത്തേക്കണൊക്കെ അതല്ല മദേഴ്സ് ഡേ ആയിട്ട് ഇമ്മമാക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്നാണ് ഉമ്മമാന്റെ ഒരു ആഗ്രഹം? ഗിഫ്റ്റ് മക്കളെ നിങ്ങൾ നന്നായി കണ്ടാൽ മതി. ഗിഫ്റ്റുമാരെ കുട്ടികൾ നന്നായി നമ്മളിപ്പോ നന്നായോണ്ടാണ് നിലയിൽ കൂടെ എത്തണം എന്നൊരു ബോധ്യമുണ്ട് മക്കളെ. നമ്മളിപ്പോ നന്നായോണ്ടാണ് നമുക്കിപ്പോ ഗൈസ് വയ്യ വാങ്ങാൻ പറ്റിയത്. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നോണ്ടാണ് നമുക്ക് വയ്യ വാങ്ങാൻ പറ്റിയത്. അതൊരു നന്നാവലല്ലേ? അങ്ങനെ വല്ല നമ്മൾ നന്നായി വരും. ഇനി ഉമ്മയോട് ചോദിക്കാം, ഉമ്മാക്ക് എന്താണ് ഒരാഗ്രഹം? എന്തേലും പറഞ്ഞോ? എനിക്കിപ്പോ നമ്മളെ വണ്ടി എളുപ്പം ഒന്നും കിട്ടിയെങ്കിൽ അതൊരു വലിയ നമ്മളെ പെയിന്റ് അടിച്ചാൻ കൊടുത്തേ അത് കിട്ടും. ഇതൊക്കെ കിട്ടുന്ന കാര്യങ്ങളല്ലേ നമ്മള് ഇവിടെ വരും നല്ലൊരു പെര കയറ്റണം. ഇവരോട് എന്തെങ്കിലും പറഞ്ഞു കല്യാണം നല്ല പോലെ നടക്കും. അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ കൊച്ചു സാധനങ്ങൾ ഫോട്ടോ, അതേപോലെ തന്നെ മാല, അതേപോലെ തന്നെ ഫ്രെയിം, അതേപോലെ തന്നെ ചെരുപ്പ്, അത് മാല, വള, അങ്ങനെ കുറെ സാധനങ്ങൾ എന്തേലും കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? അങ്ങനത്തെ ആഗ്രഹമൊന്നും നമുക്കില്ല. എന്തേലും ഒരു ചെറിയ ഗിഫ്റ്റ് സന്തോഷം. ഇതിപ്പോ വേറെ ആരോടെങ്കിലും ഒക്കെ ആണ് നമ്മൾ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അവിടെ ലിസ്റ്റുകൾ ഇങ്ങോട്ട് പോകുന്നില്ല. എന്റെ കുട്ടീനോടൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, എന്റെ പെണ്ണിനോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കഴിച്ചു എന്തൊക്കെ ലിഫ്റ്റിക്ക്, മാല, വള, ചെരുപ്പ്, കൺമസി ഒക്കെ വേണം. ഞങ്ങൾക്ക് തുണി കുപ്പായൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താ അതിനെ മാലയും വളയൊന്നും വെച്ച് വേണ്ട. പിന്നെ ഡ്രസ്സ് കിട്ടുക ഒക്കെ സന്തോഷല്ലേ? എന്നാ നമ്മളധികം നീട്ടി വൈകിപ്പിച്ചാ നിക്കണ്ട. ഇത് എന്താന്ന് വെച്ചാ അത് സന്തോഷം. നമ്മള് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാണ്, അത് 2 ആളും സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം ഇല്ലേ? സ്വീകരിക്കൂലേ? അപ്പൊ നമ്മള് ചടങ്ങിലേക്ക് നമ്മൾ കിടക്കാണ്. കണ്ണടക്കിയ 2 ആളും കണ്ണു തുറന്നു നോക്കി തുറന്നു നോക്കി. വലിയ ബൾബേ, വലിയ ബൾബാണ്. അപ്പൊ ഞങ്ങള് പരാതിയല്ലോ ബൾബ് മാറ്റിയിട്ടില്ലല്ലേ നമ്മള്. അപ്പൊ വളയും മാനി നമ്മള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാ ഇനി? അല്ല എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഈ ബൾബ് നമ്മള് ഉദ്ഘാടനം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതൊന്ന് പെട്ടെന്ന് ഇടട്ടോ. ആണോ? എന്നാ ഈ കേട്ടോ, ഞാൻ കേറിയ ടൈമിൽ പൊളിഞ്ഞാണ്ടോ. ബൾബ് പുതിയത് കിട്ടി. ഏത്? അത് കാണിക്കാൻ പാടില്ലേ? മനസ്സിലായിട്ടില്ല. എങ്ങനെ ഫോട്ടോ കാണുകയാണെങ്കിൽ ഫോട്ടോ കാണണമെന്നുണ്ട്. ഓ ഇപ്പൊ നല്ല ലേറ്റ് ഉണ്ടല്ലേ ഗൈസ്? നല്ല ലേറ്റ് ഉണ്ട്. എല്ലാവരും കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട് ലേറ്റ് എന്ന്. അപ്പോൾ മദേഴ്സ് ഡേക്ക് നമുക്ക് ഇത്രയും നല്ലൊരു സമ്മാനം ഇവർക്ക് കൊടുക്കാൻ പറ്റിയതിൽ നമ്മൾ നിങ്ങളോടും ഇമ്മാനോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? നീ ചിമ്മ കസാരോട് നിങ്ങൾ മാറ്റി എവിടെങ്കിലും കണ്ട് ഇരിക്കാൻ കിട്ടി അവിടെ ഇരുന്നു. അപ്പൊ അങ്ങനെയാണ്. ഇനി സമ്മാനത്തിനെ കുറിച്ച് ഉമ്മ ഒരു 2 വാക്കുമ്മ പറഞ്ഞ ഇനി നമ്മളെ ഇതുണ്ടായോണ്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കാരണം മാറ്റിയിടണ്ടല്ലോ. ബൾബ് മാറ്റിയിടണ്ട. ആ ഒരു ഉപകാരമുണ്ട്. പിന്നെ വീഡിയോ ഇടുമ്പോ നമുക്ക് ചെറുതായിട്ട് സ്റ്റോറേജ് ഫുള്ളായി. ആ മൈക്ക നേരം കാട്ടിയാണ് പറയാ. നമ്മള് വീഡിയോ ഇടുമ്പോഴേ ഇവിടുത്തെ ലൈറ്റ് അവിടുത്തെ ലൈറ്റ് ഇവിടുക്ക് കാരണം മാറ്റി കളിച്ചണ്ടല്ലോ. ഇപ്പൊ ലേറ്റായി. അപ്പൊ നമ്മളെ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസ് ഇടാം, എല്ലാം കാണാം. മറ്റേത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണോ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണോ? അപ്പൊ വേണ്ട. ഇവിടെ നിന്ന് എടുക്കണെങ്കിൽ ഇവിടെ അടുക്കളയിൽ നിന്ന് എടുക്കണെങ്കിൽ അവിടെ. ഇതിനു മുമ്പ് ഇങ്ങോട്ട് പോയിക്കാണി
ഇതിനു മുമ്പും എന്താ മദേഴ്സ് ഡേ ഒക്കെ ഉണ്ടായിന്. അപ്പൊ അന്ന് നമുക്ക് വേറൊന്നും ഇതാക്കാൻ പറ്റിയിട്ടില്ലേ? ഒക്കെ ഓരോ സമയത്തല്ലേ ഓരോ നടക്കുള്ളൂ. അതങ്ങനെയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അല്ലേ പോണ്ടാ? ഉമ്മ പറഞ്ഞത് ശരി ശരിയാണല്ലേ? കാരണം ഉമ്മമാനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു സംഭവം തന്നെയാണ്. മണ്ണുണക്കിന്റെ കാലൊക്കെ ഞങ്ങൾ കഴിഞ്ഞില്ലേ. എന്താണ് ഗൈസ് നിങ്ങൾക്ക് രണ്ടാൾക്ക് ഉപയോഗമുള്ള കാര്യം തന്നെയാണ്. മിക്സി ആയിക്കാരോ? മിക്സി അറിഞ്ഞീന് നിങ്ങൾക്ക് രണ്ടാൾക്ക് ഉപയോഗമുള്ള സാധനമാണ്. എന്നാ പൊട്ടിച്ചോയിക്കോളി. അല്ലല്ല ഇതൊക്കെ എന്താണ്? മാഷാല്ലാ. പൊട്ടിച്ചോക്കി നമ്മള് പൊടിച്ചില്ല. അത് ഇനി ആക്കും പോലെ പൊട്ടിച്ചാൽ നിക്കണ്ട. മാന്തി പറിച്ച് പൊട്ടിച്ചാൽ ഒരു കുഴപ്പമില്ല. മാന്തി പറിച്ച് പൊട്ടിച്ചോളി. സ്റ്റിക്കർ പൊട്ടിച്ചെടുത്തോളി. പറിച്ചോളി. സ്പീഡിലാണ് പൊടി. അത് വലിച്ചെടുത്തോളി. അതിന്റെ മിക്സിനെ തോന്നിച്ച് കണ്ടിട്ട് ഞാൻ മിക്സിന്റെ കാര്യം പറഞ്ഞേന്. ആരോട്? അന്നോട്. അരി അരച്ചപ്പോ ഇങ്ങനെ അത് നിക്കാതെ പച്ചക്കറി ഒക്കെ അരിയണതൊക്കെയാണ് ഇത് കണ്ടിട്ട്. പച്ചക്കറി അരിയുന്നേ ഇതെന്താ തല കുത്തനെ പിടിച്ച് തന്നിക്കണേ? തല കുത്തനെ പിടിച്ചിട്ട് തല കുത്തനെ തന്നിക്കണേ. ഏതത്? അത് തിരിച്ചിട്ടാ മതി. ഇത് തന്ന പോലെ അങ്ങനെയാണ്. അതന്നെ മിക്സി സുജാത. മാഷാല്ലാ. പെയിന്റ് ഒക്കെ വെക്കണ പറിച്ചാണ് കളഞ്ഞത്. വലിച്ചു വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചു വരുന്നത് പ്രതീക്ഷിച്ചിട്ടില്ലേ? കത്തിയോട് കത്തിരിക്കട്ടെ. ഇമ്മാനോടപ്പളാ മിക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഞാൻ നാളെ ഒരു എന്നോട് പറഞ്ഞു ഇന്ന് അരി അരച്ചപ്പോ ഇങ്ങനെ നിക്കാതെ ഇങ്ങനെ ഓഫ് ആയിക്കൊണ്ടല്ലേ നമ്മളെ മിക്സി. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടി ഒരു മിക്സി വാങ്ങാ. മിക്സി ഒരു സ്ഥിരപ്പെട്ടി എളുപ്പം കൊണ്ടുവരും. ആരോടാണ് മിക്സിന്റെ? അന്നോട്. ഇതാണ് ഗൈസ് നമ്മളെ ഇപ്പത്തെ മിക്സി. ഇതാണ് ഗൈസ് നമ്മളെ ഇപ്പത്തെ മിക്സിന്റെ അവസ്ഥ. ഈ പല്ലുമ്മ ക്ലിപ്പിട്ടുണ്ട് ഗൈസ്. ഭയങ്കര ഗതിയാണ് കേട്ടോ. ആരും ക്ലിപ്പിടാൻ നിൽക്കരുത്. ഇപ്പം പുതിയ വല്ല അലൈനറും എങ്ങനെ വാങ്ങിയിട്ടോളി. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇത് അങ്ങനെയാണ്. അത് ഏതായാലും അങ്ങ് അപ്പൊ നമുക്ക് പുതിയ മിക്സി. കത്തി ഉണ്ടാവും. ഒരു കൈ കൊണ്ട് പിടിച്ചു കത്തി കൊടുത്ത് കൊണ്ടുവന്നേ. സ്ഥിരപ്പെട്ടി ഉണ്ട് തോന്നുന്നുണ്ടോ? ഇതിനിപ്പം കത്തിയും പിടിയാണല്ലോടാ. അത് മറ്റേ കത്തിയാ. കേക്ക് കുറച്ച് കത്തിയോ? കേക്കും ഉണ്ടാവും. കേക്ക് ഞങ്ങള് കേക്കുണ്ട്. മതിയോ? ഇതെങ്ങനെ നമ്മളും കണ്ടിട്ടൊന്നുമില്ല. നമ്മളവിടുന്ന് പാക്കാക്കാൻ പറഞ്ഞത്. ഇത് ജ്യൂസിൻ്റെത്. ഇത് ഞാൻ പറയുമ്പോ അടുക്കളയിൽ കൊണ്ടുപോകണോ? അടുക്കളയിൽ കൊണ്ടുവരി. ലൈറ്റ് ഉണ്ടല്ലോ അവിടെ. അടുക്കളയ്ക്ക് വരി. ഇവിടുന്ന് ഓണൊക്കെ ഉണ്ടാവും. അവിടെ വലിയ ലൈറ്റ് അല്ലേ? ചെറിയ ലൈറ്റാ. ഇത് മതി. ഇവിടുന്ന് എടുക്കഞ്ഞേ ഞാൻ അവിടേക്കും ലൈറ്റ് ഇടാൻ. അതിരിക്കി ഇപ്പോഴും ബൾബ് ഊരിയേണ്ട അവസ്ഥ തന്നെയാണ്. ബൾബ് വാങ്ങിയിട്ട് ബൾബ് ഇടുന്ന പാടല്ല. ഞങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബൾബ് ഇടുള്ളൂ. എപ്പോഴും ഇട്ട് വെക്കണ്ടല്ലോ വെച്ച് കണ്ടേ. നമ്മള് അടുക്കളയിൽ എപ്പോഴും പണിയെടുക്കണല്ലേ. അപ്പൊ പണിയെടുക്കണോടത്തല്ലേ ബൾബിന്റെ ആവശ്യം. പണിയെടുക്കാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാ പോരേച്ചിട്ടാണ്. അതിന് അതവിടെ വെച്ചു വിചാരിച്ചൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ല ബൾബല്ലേ? അതിന് വലിയ ലൈറ്റ് ആയാലും എന്താ കനം കൂടിയ പൊട്ടിച്ചാടൊന്നുമില്ലല്ലോ. അത് എപ്പോഴും ഇട്ട് വെക്കാനാണ് അവിടെ ബൾബ് ഞാൻ വാങ്ങിക്കണത്. തുറന്നോളി. മിക്സി തുറന്നോളി. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതിന്റെ ഉള്ളത്തേക്കാരെ എക്സ്ട്രാ ഇക്കാരല്ലേ? എക്സ്ട്രാ ഒന്നുമില്ല. ആ ഉപയോഗിക്കാനുള്ള തന്നെയാണ്. എക്സ്ട്രാ ഒന്നും ഫിറ്റ് ചെയ്ത് എക്സ്ട്രാ അല്ലാതെ അതേ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. സെപ്പറേറ്റ് ബ്ലേഡ്. ആ ബ്ലേഡ് ഇത് ഉപയോഗിക്കാനുള്ളതാണ്. അല്ല എക്സ്ട്രാ അല്ല. എക്സ്ട്രാ അതിന്റെ വെറുതെ കിട്ടുന്ന സാധനം. അതിനെ വെറുതെ കിട്ടിയല്ലേ അത്? നമ്മളിത് വാങ്ങിയപ്പോ കിട്ടിയല്ലേ? അതന്നെ വാങ്ങിയപ്പോ കിട്ടിയപ്പോ നീ പെട്ടിയാണ് മാറ്റിച്ചാനി. ഇത് നേരെ റാക്കിന്റെ അതൊക്കെ അവിടെ നിക്കട്ടെ. ഇപ്പൊ ഇത് പുതിയ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. പഴയത് പാക്കിംഗ് ഒക്കെ പിന്നെ വെറുതെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി. എന്തേലും അറിയാൻ എന്തേലും ഉണ്ടോ? അല്ല എന്തേലും അരക്കാണ്ട് ഈ അരച്ചോളി. ഒരു കാരണം കഴിക്കാൻ പോവാണ്. മാങ്ങ ജ്യൂസ് അടിച്ചണാ? മാങ്ങ ഉണ്ടോ? ജ്യൂസ് നമ്മൾ അടിച്ചല്ലോ പറഞ്ഞിട്ട്. ഇതിപ്പോ മാങ്ങ പോടുന്ന കിട്ടിയേ ആണോ? ശരി. ചമ്മന്തി അരക്കാൻ എന്തേലും ഉണ്ടോ? പച്ചമാങ്ങ ഉണ്ടെങ്കില്
അപ്പോഴും മാങ്ങ ഈ മാങ്ങമ്മന്നൊന്ന് പിടി വേറെ എന്തേലും മാങ്ങാലായിട്ട് ഈ തേങ്ങ പൊട്ടിച്ചിട്ട് ചമ്മന്തി ഇറക്കണമെന്നാല് തേങ്ങ ഉണ്ടോ? തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടോ? തേങ്ങ പൊടിക്കണം. ഇത് നമ്മളെ ജ്യൂസിന്റെ ഇത് വെറുതെ നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച എന്നാ വെറുതെ ആ എന്നാ അങ്ങനെ നോക്കി ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചാണ്. എന്നാ പിടിച്ചാ ജ്യൂസിന്റെ ഗൈസ് അമ്മനെ അല്ല അപ്പൊ എനിക്കും വന്നു ഇവന്നപ്പോ നടന്നിട്ട് പകരുണ്ടോ അങ്ങനെ ഗൈസ് നമ്മൾ തകർത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇമ്മ ലോക്കാക്കിക്കണോ? ലോക്കൊക്കെ ഉണ്ട് പുതിയ ഇത് വെറുതെ ആക്കി ആക്കി ആക്കില്ലേ? ആ നീ ഇതാക്ക്. ബിസ്മില്ലാ. ആ ഓ എന്താ സ്മൂത്ത്. ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇത് എന്തിനറിയോ? അതിമ നിക്കി കഴിഞ്ഞ് കഴിഞ്ഞാ റൈസ് ആവണ സാധനം ജസ്റ്റ് ഒന്ന് വാമാക്കി കൊടുക്കുന്ന സാധനം കാണുന്നുണ്ടോ? അറിയണ്ടോ? കാണുന്നുണ്ട് അല്ലേ? കണ്ടാ മതി. പണിയൊന്നും എടുക്കൂലായിരുന്നു. എന്താ മിക്സിയാണ് മിക്സി അതിന് തന്നെയാണ് പക്ഷേ ഇമ്മാക്ക് പേടിയാണ് ആ ഫോണും ടിവിമ്മൊക്കെ ഒന്നും ഉമ്മ പോവില്ലല്ലോ. അതിനെന്താ ഉമ്മമ്മ ഇതിപ്പോ നമ്മളിന്ന് കേടന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അത് നന്നാക്കാൻ കൊടുക്കും, അല്ലാതെ അത് ഉപയോഗിക്കാനല്ല. ഇതെന്താ അറിയോ? കറക്റ്റ് നോക്കിയാ മതി. ഇവിടെ ആളുണ്ടല്ലോ പിന്നെ അതിനപ്പോ ഞാൻ അങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ ചെയ്തു. നോക്കി ഇത് നമുക്ക് ജ്യൂസ് അടിച്ചാന്, ഇത് നമുക്ക് തേങ്ങയൊക്കെ അരച്ച് കറിക്ക്, ഇത് നമുക്ക് സമ്മന്തി അരക്കാന് പൊടിച്ചാന്. ഇതില് ജ്യൂസ് മാത്രല്ല കേട്ടോ, ഇതില് എനിക്ക് അരി ഇതൊക്കെ അരക്കാൻ പറ്റും. കാരണം കുറച്ച് വലിയ ജാറാണിത്. ആ പൊടിച്ചാണെങ്കിൽ നല്ലതാണ്. എന്താ അറിയോ എന്തേലും പൊടിച്ചാന് പൊടിച്ചാനൊക്കെ ഉണ്ടല്ലോ. ഇത് പിന്നെ ഇതിങ്ങനെ അരച്ചിട്ട് ഈ സാധനം 3 സാധനങ്ങള് ലോക്ക് ആക്കണം കേട്ടോ. അതാകുമ്പോ പിന്നെ കുഴപ്പമില്ല. നിങ്ങള് മിക്സിമ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പിടിച്ചിക്കലല്ലേ, ഇങ്ങനെ പിടിച്ചിക്കലല്ലേ, അങ്ങനെ പിടിച്ച് നിക്കണ്ടെന്നാണ് പറയുന്നത്. അത് ലോക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഉമ്മ അവിടെ ഇങ്ങനെ താങ്ങി ഇങ്ങനെ നിക്കേണ്ട ആവശ്യമല്ല. ഓക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ പറയല്ലേ നീ? നല്ല സന്തോഷം. എന്താ വെച്ചാല് ഇത് എപ്പോഴും നമുക്ക് അത് കേടാണ്, എന്നാലും എങ്ങനെയൊക്കെ ഞങ്ങൾ അരക്കും. പറഞ്ഞിപ്പോ അതാണ് എപ്പോഴും നിങ്ങളോട് ഇപ്പൊ ഇത് പറയാൻ പറ്റൂല. ഇന്നെല്ലാം കാര്യങ്ങള് നിങ്ങളെ തലയിൽ കിടക്കുകയാണ്. അപ്പൊ നിങ്ങള് അങ്ങനെ പതുക്കെ വാങ്ങുന്നു ഞങ്ങൾക്കറിയാം. പതുക്കെ വാങ്ങുന്ന അറിയാം, ഇപ്പൊ കിട്ടുന്ന അറിയില്ലേ? ഇന്ന് പരി അരച്ചപ്പോ എടാ അതിന്റെ ബ്രേക്ക് നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാൻ പോകും വേണം. ഇതാണെങ്കിൽ അരച്ചും കച്ചിനില്ല. അപ്പഴത്തേക്കും ബ്രേക്ക് താന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ അരക്കണത്. അങ്ങനെയാണ് അര അത് താവും താന്നാ പിന്നെ അറിയില്ല. പിന്നെ എന്താ കാണുന്നത് അമ്മ വന്നിട്ട് നേരെ ചെയ്തല്ല. ഓക്കെ അപ്പൊ ഗൈസ് ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് രണ്ടാക്കും നമുക്ക് ഇത് വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഇങ്ങനെ മദേഴ്സ് ഡേ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല, സർപ്രൈസ് ആയി. സർപ്രൈസ് സെറ്റ് അല്ലേ? ഉമ്മക്ക് എന്താ സെറ്റ് സെറ്റ് അതിന്റെ വിലയും പാടൊന്ന് പറഞ്ഞാണി നോക്കട്ടെ. ഏകദേശം എത്ര രൂപ ഉണ്ടാവും? 6000 ഒക്കെ ആയിട്ടുണ്ടാവും. 6000 ഒക്കെ ആയിട്ടുണ്ടാവും. ആരോ വിളിച്ചു പറഞ്ഞു. ഇതിനാരോ വിളിച്ചിരുന്നു. ഞാൻ ഈ മൊബൈൽ ഇതിന്റെ അടുത്തുണ്ടായിരുന്നു. ഒന്നുമില്ല, ഇത്രയും സാധനല്ലേ പിന്നെ തീരെ വില കൊടുക്കാതെ കിട്ടുമോ? അറിയില്ല. ഏകദേശം എല്ലാ മിക്സിക്കും സെയിം തന്നെയാണ്. പിന്നെ വാട്സ് കൂടിനാൽ അങ്ങനത്തെ ഓരോ ഇതിനൊക്കെ അനുസരിച്ച് മാറ്റം വരും. സാധനങ്ങളില്ലേ അല്ലമ്മ ഇത് കമ്പനി സുജാത നല്ല കമ്പനിയാണ്. അതിന്റെ അടിയുടെ പ്രൊമോഷൻ ആളല്ല, സുജാത ചേച്ചി അല്ല, മറ്റേ സുജാതയാണ്. അല്ല അപ്പൊ ഉമ്മക്ക് സർപ്രൈസ് കിട്ടി അല്ലേ? മദേഴ്സ് ഡേ കൊണ്ട് മദേഴ്സ് ഡേ എന്ന് പറഞ്ഞ ഉമ്മമാരുടെ ദിവസം. അതെ, മാരിയല്ല അമ്മമാരുടെ ദിവസമാണെന്ന്. അപ്പൊ ഗൈസ് ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടി നോക്കുക. ഞങ്ങൾ ഇത് എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, അപ്പൊ കൊണ്ട് എനിക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പൊ എനിക്ക് എന്താ പറയല്ലടാ? ഇല്ല ഇത് ഞങ്ങള് വൈകുന്നേരം ഇരുന്നപ്പോ ഗൈസ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നി. അങ്ങനെ വിചാരിച്ച ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വിചാരിച്ചത്. സ്റ്റോറി അങ്ങനെ കണ്ടപ്പോ മദേഴ്സ് ഡേ ആണ് അങ്ങനെ അല്ല ഒന്നുമില്ല. ഇന്ന് മദേഴ്സ് ഡേ അല്ലെങ്കിൽ ഈ സാധനം ഇവിടെ ഉണ്ടാവൂല. ഇതിപ്പോ ഓൻ പറഞ്ഞുകൊണ്ട് കഴിച്ചു അങ്ങനെ ഒരു ദിവസമല്ലേ, എന്നാ പിന്നെ ഉപകാരമുള്ള സംഭവം അല്ലേ എന്ന് വിചാരിച്ച് നമ്മളോട് വാങ്ങി. അതുകൊണ്ട് മിക്സി കിട്ടി. അങ്ങനെ കഴിച്ച് നമുക്ക് നമ്മളെ പെരീക്ക് ഇത്രയും നല്ലൊരു മിക്സി വാങ്ങാൻ പറ്റി. ഇനിയും ഇതേപോലത്തെ ഓരോ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റട്ടെ. അപ്പം അമ്മ എല്ലാവർക്കും എല്ലാം ടാറ്റയും ഗുഡ് ബൈ എല്ലാം പറഞ്ഞാണി. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സന്തോഷം. സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും. ഓക്കെ.